കുരിശിൻ്റെ ചുവട്ടിൽ ഇവർ നിൽക്കുന്നില്ലേ? ആ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ മാതാവ് ഒന്നും പറയണില്ല, പറയണതെല്ലാം കർത്താവാണ് പറയണത്, അല്ലേ? അതാണ് നിശബ്ദമായ ആമേൻ. അവിടെ എന്താണ് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ഈശോ ചോദിക്കുക. എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചെന്ന് ഈശോ ചോദിക്കും. അപ്പോഴും അമ്മ നിശബ്ദമായി നിൽക്കും. അതാണ് നിശബ്ദമായ ആമേൻ എന്ന് പറയുന്നത്. നിശബ്ദമായ ആമേൻ. തർക്കിക്കത്തില്ല, ബഹളം ഉണ്ടാക്കത്തില്ല. എന്താണ്? സഹനദാസിയുടെ പ്രാർത്ഥനയാണത്, നിശബ്ദമായ ആമേൻ. ചില കാര്യങ്ങൾ ദൈവം ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ തർക്കിക്കരുത്, ബഹളം ഉണ്ടാക്കരുത്. എല്ലാവരും ഉടമ്പടി എടുക്കാത്തവർ കാനഡയിൽ പോയില്ല, 5ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ കാനഡയിൽ പോയില്ലല്ല ഇല്ലേ? അവർക്കെല്ലാം വീടായില്ല നാട്ടിൽ. ഇതിങ്ങനെ തർക്കിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വെച്ച് ഉടമ്പടി അവസാനിപ്പിക്കണം. കാര്യം അത് ഉടമ്പടി നിങ്ങളറിയാതെ തന്നെ ഉടഞ്ഞു പോയി കാണും നേരത്തെ. എപ്പോഴെങ്കിലും അപ്പം ദൈവം നിങ്ങളെ സഹനദാസിയെ കൊണ്ടുപോയിട്ട് നിശബ്ദമായ ആമേൻ പറഞ്ഞുകൊണ്ട് നിന്നെ ആധ്യാത്മികം ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ നിങ്ങളെ ഈ കഥയൊന്നും അറിയാൻ പാടില്ലാതെ നക്കാപ്പിച്ച കാര്യത്തിന് വേണ്ടി ദൈവമായിട്ട് തർക്കിക്കാൻ പോകും. ദാറ്റ് ഈസ് നോൺ സെൻസ്. ഒരു വിശ്വാസം, ദൈവത്തിന് ഇഷ്ടമുള്ള ദൈവം ചെയ്യട്ടെ. ഒരു വിശ്വാസം ഇല്ലാത്തവനൊക്കെ ചിലപ്പോൾ റാങ്ക് കിട്ടിയ, അതുപോലെ തന്നെ നീ വെച്ച പരീക്ഷയ്ക്ക് ജയിച്ച് അവൻ ജോലിക്ക് കയറും. അപ്പോൾ എന്നിട്ട് നീ പറയും, ഓ അത് പിൻവാതിലൂടെ നിയമനമാണെന്ന് പറയാം. അങ്ങനെ എന്തിനാ പറയണത്? നീ കണ്ടായിരുന്ന പിൻവാതിലൂടെ നിയമിച്ച്. അപ്പോൾ നിൻ്റെ കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരെ ആക്ഷേപിക്കേണ്ട, അങ്ങനെ ഈ ഇരുട്ട് കൊണ്ടൊന്നും കൂട്ടടക്കാൻ പറ്റത്തില്ല. വിശ്വാസി അങ്ങനെ ചെയ്യത്തില്ല. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയരുത്, അറിയാത്ത കാര്യങ്ങൾ പറയരുത്. നിന്നെ സംബന്ധിച്ചത് ഇതാണ് ദൈവഹിതം. അപ്പം നീ എന്ത് ചെയ്യും? നീ ഈ കിട്ടിയിരിക്കുന്ന അന്നു വേണ്ട ആഹാരം അതങ്ങനെ കഴിച്ചേക്കണം. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈശോ എന്താ പറയണത്? ലൂക്കാ 10:8 ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അപ്പോൾ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അല്പം താമസിക്കും, ഇപ്പോൾ ജോലി കിട്ടാൻ താമസിക്കും, വിവാഹം ഒത്തുവരാൻ താമസിക്കും, മക്കളുണ്ടാകാൻ താമസിക്കും. അപ്പോൾ അതാണ് നമുക്ക് വിളമ്പി കിട്ടിയത്. അതിൻ്റെ പേരിൽ അവൻ പോയല്ല അമേരിക്ക, ഇവള് പോയല്ല കാനഡയിലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കടുത്തേക്കാതെ നിൽക്കരുത്. അങ്ങനെ വന്ന ഉടമ്പടി തീർന്ന്, അവിടെ വെച്ച് ഉടമ്പടി തീർന്ന്, പിന്നെ നിങ്ങൾ ഉടമ്പടിയിലല്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തർക്കിച്ചു, നിങ്ങൾ ബഹളമുണ്ടാക്കി, വഴി കിടന്ന് തെറി പറഞ്ഞ്, അതായത് തെരുവീതികൾ അവൻ്റെ സ്വരം കേട്ടില്ലെന്നല്ലേ, കണ്ട വഴിയെ പോകണ വായി നോക്കിയവരോടെല്ലാം നിങ്ങൾ ദൈവത്തിൻ്റെ ഞാനിപ്പോൾ അതൊക്കെ നിർത്തിയതൊക്കെ പറയും. ഇങ്ങനെ പറയും, ചെറിയ പറയും, ഞാനിപ്പോൾ ഉടമ്പടിയൊക്കെ നിർത്തിയെന്ന് പറയും. വഴി കൂടി പോണ വായി നോക്കിയവരോട് നിങ്ങൾ ദൈവത്തിന് എന്താ ഒറ്റിക്കൊടുക്കണത്? അപ്പം നിങ്ങളതിനകത്ത് മൗനമായി നിൽക്കണം. അതിൻ്റെ അകത്ത് വരുന്നത് അമ്മ അങ്ങനെ നിന്നൊരാളാണ്. ചിലപ്പോൾ നിങ്ങൾ ടെസ്റ്റിംഗ് പീരീഡിലായിരിക്കും. നിങ്ങൾക്കറിയാവില്ല, ദൈവം എല്ലാവരും ടെസ്റ്റ് ചെയ്യത്തില്ല. ഇപ്പം നമ്മളൊരു തേങ്ങ പാകാൻ എടുത്തെന്ന് വിചാരിച്ചോ, എല്ലാ തേങ്ങയും പാകാൻ എടുക്കുക? ഇല്ല. തേങ്ങ നോക്കിയിട്ട് കൊള്ളാം, വിളവ് കിട്ടുന്നതാണ്, കായ്ക്കണ മരമാണ്, അമ്മേരെ തെങ്ങാണെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ആ തേങ്ങ എടുക്കും. എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യും? വെള്ളത്തിൽ കൊണ്ടേ ഇടും. അപ്പം ഇത് തിരഞ്ഞെടുപ്പിലൊരു പ്രശ്നമുണ്ട്. തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റ് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കത്തുള്ളൂ. അപ്പോൾ തിരഞ്ഞെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇപ്പോൾ അമേരിക്കൻ വിസയൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക്, ഇപ്പോൾ ഞാൻ യൂറോപ്പിലൊക്കെ പോകണമെങ്കിൽ വിസ അവർ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിൽ പോയി ധ്യാനിപ്പിച്ചു. അപ്പോൾ ആ വിസ അവർ 1 മാസത്തേക്ക് തന്നിട്ടുള്ളൂ. അമേരിക്കയിൽ പോയി ധ്യാനിപ്പിക്കാൻ വേണ്ടി കൽക്കട്ടയിൽ ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ അവർ 10 കൊല്ലത്തേക്ക് അമേരിക്ക പോകാനുള്ള വിസ തന്ന്, ഒറ്റ ഇൻ്റർവ്യൂവിന് 10 കൊല്ലം തന്ന്. അത് ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പോലെയാണ്. ഈ ദൈവമായിട്ടുള്ള ഏർപ്പാടെന്ന് പറയണത് നിങ്ങളുടെ ഈ മിനിമം കാര്യമായിരിക്കും അതിൽ എടുക്കണത്, മാക്സിമം എടുക്കും. നിത്യത വരെയുള്ള കവറേജ് ഉള്ളത് കാരണം ഈ ടെസ്റ്റ് അതിൻ്റെ അകത്ത് ഉണ്ടാകും. നിത്യത കവറേജ് ഇല്ലാത്ത ആൾക്കാർക്ക് ടെസ്റ്റ് ഇല്ല.
നിത്യത കവറേജ് ഇല്ലെങ്കിൽ ടെസ്റ്റ് ഇല്ല. എന്താണ് അവർക്ക് അത് എന്തുമാത്രം ഈ ലോകത്തുള്ള ആൾക്കാർ, എന്തുമാത്രം ആൾക്കാർ ദൈവത്തെ വിശ്വസിക്കാത്തവരും ഇല്ലേ? അവരുടെ ഭൗതിക കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നടക്കണുണ്ടല്ലോ. പക്ഷേ ജോസഫച്ചൻ ചോദിച്ചാൽ ചിലപ്പോൾ തരികയില്ല. എന്താ കാര്യം? നിത്യതയ്ക്ക് അസൈൻ ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ടെസ്റ്റ് ഉണ്ട്. അപ്പം ദൈവമായിട്ട് ഇത് കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ തർക്കിക്കും. തർക്കിക്കുന്ന ആൾക്കാരെ ഗേറ്റിങ്ങ വെച്ച് തന്നെ ദൈവം ഒഴിവാക്കും. തർക്കിക്കുന്ന ആൾക്കാർ അവിടെ അകത്തോടെ കയറണ്ട. നിങ്ങൾ തർക്കിക്കുന്ന പാർട്ടിയാണ്. നിങ്ങൾക്ക് വേറെ എന്തോ ഉദ്ദേശമാണ് ദൈവത്തിൽ വന്നിരിക്കുന്നത്, ദൈവമല്ല നിങ്ങളുടെ ഉദ്ദേശം എന്ന് തോന്നിയാൽ ഗേറ്റിങ്ങ വെച്ച് തന്നെ ആ സാധനം ഒഴിവാക്കും. ദൈവത്തിലേക്ക് വരുന്നയാൾ തർക്കിക്കത്തില്ല, ബഹളം ഉണ്ടാക്കത്തില്ല, കർത്താവിൻ്റെ ഇഷ്ടം പോലെ നിറവേറ്റുന്ന വിചാരിച്ചുകൊണ്ട് സബ്മിസീവ് ആകും. അതാണ് അമ്മ നിശബ്ദമായ ആമയും പറയണത്. ഇപ്പോൾ നിങ്ങൾ ചിലർ ഇന്നലെ ഒരു ആൾ കൊണ്ടുവന്ന് 41 വർഷമായി കല്യാണമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആദ്യത്തെ കല്യാണമാണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കെട്ടിപ്പോയില്ല, ഞാൻ മാത്രം. ഞാൻ എൻ്റെ പെങ്ങളെ കെട്ടിക്കാൻ നിന്ന്, പെങ്ങന്മാർ 3-4 പേരുണ്ട്, അവരെല്ലാം കെട്ടിക്കാൻ നിന്നപ്പോൾ ഈ മനുഷ്യന് പെണ്ണ് കിട്ടിയില്ല. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പക്ഷെ അവന് തർക്കമുണ്ടാ? അവന് ദൈവത്തെ അറിയാവുന്ന കാരണം തർക്കമില്ല. 3-4 പെമ്മന്മാരെ കെട്ടിച്ചു കഴിഞ്ഞപ്പോൾ അവന് പെണ്ണ് കിട്ടാനുള്ളത് പോയി. അവനിപ്പോൾ 41 വയസ്സായി. അവന് തർക്കമുണ്ടാ? തർക്കമില്ല. കർത്താവിന് ഇഷ്ടമുണ്ട് തരട്ടെ, അല്ലെങ്കിൽ ഞാനിങ്ങനെ കർത്താവിൻ്റെ ഇഷ്ടം പോലെ നിൽക്കും. പ്രസന്റ് ബി ദി നെയിം ഓഫ് ദി ലോർഡ്. ഇതെന്ന് പറയുന്നത് ഈ സഹനദാസൻ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനകത്തുണ്ട്. ഇതിൻ്റെ മക്കളെ ആധ്യാത്മിക വരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പുണ്യം ദൈവം തന്നെയാണെന്ന് വിചാരിക്കണം. ദൈവം തന്നെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു, അപ്പം ഈ അച്ഛനിങ്ങനെ പറയണതനുസരിച്ചാണെങ്കിൽ ഞങ്ങളുടെ കാര്യമൊന്നും നടക്കത്തില്ലേ? പക്ഷേ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈ ലോകത്ത്, ഈ ഭൂമിയിൽ 43,000 കാര്യങ്ങൾ എ ഗ്രേഡിലെ സാക്ഷ്യം കിടക്കുന്നത് കൃപാസനത്തിൽ മാത്രമാണ്. ആ കൃപാസനത്തിൽ നിന്നാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഓർക്കണം. ലോകത്തൊരു ധ്യാന കേന്ദ്രത്തിൽ 43,000 സാക്ഷ്യം കിടപ്പില്ല യൂട്യൂബിൽ. അപ്പം അങ്ങനെ വരുമ്പോൾ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതെല്ലാത്തിനും സമാധാനം ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ഈ 10-9 കാര്യത്തിൽ സമാധാനം ഉണ്ടായിട്ട് ഒരു കാര്യത്തിൽ സമാധാനം ഇല്ലാതെ വരുമ്പോൾ ആ ഒരു കാര്യം വെച്ചൊരു കർത്താവിനെ പ്രതിക്കൂട്ടിലാക്കിയ 9 കാര്യം നേടിയ കർത്താവ് നിങ്ങളോട് ഗുഡ് ബൈ പറയും. അത് സംഭവിക്കാതിരിക്കാനാണ് ഞാൻ ഈ മുൻകൂർ ജാമ്യം എടുക്കുന്നത്. ഇപ്പം മനസ്സിലായ? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ജീവിത ദുരിതങ്ങൾക്കും ജീവിത തടസ്സങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥനയാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസന അൾത്താരയില് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുമെന്ന് അരുളി ചെയ്ത അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരീകരണത്തിനായി ജീവിത ദുരിതങ്ങൾക്ക് വേണ്ടി രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം അങ്ങയുടെ വലതുകരത്താൽ ഈശോ അങ്ങയുടെ ആണിപ്പെടുതാടുന്ന വലതുകരത്താൽ ഞങ്ങളെ ആശീർവദിക്കണമേ. തീർത്ഥാടനത്തിലെ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനിലെ പ്രാർത്ഥിക്കുന്നവരും
പ്രാർത്ഥിക്കുന്നവരും ഈ നിമിഷം കർത്താവിന്റെ ചൈതന്യത്തിലെ നിറയട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. அம்மா மாதாவுக்கும் என்னுடைய இயேசுவுக்கும் கோடான கோடி நன்றி. நான் களியக்கவளை என்னும் இடத்திலுண்டு செம்மான்விளை என்ற இடத்திலிருந்து வருகிறேன். என் பெயர் கிருப சுஜிலா. இது என் குழந்தை ஃப்ரான்சியா ரொசாலி. நான் முதலாக உடன்படிக்கை எடுத்தது 2 ஜூலை 2022 முதலாக 23 முதலாக உடன்படிக்கை எடுத்தேன். நான் ஃபஸ்ட்டு 2022 குவைட்டில் ஒர்க் பண்ணிகிட்டு இருந்தேன். அப்போ என்னுடைய ஃப்ரெண்டு மலையாளி, பட் நான் கிறிஸ்டியன் தான். அவள் இந்து தான். அவள் காலையில் எழும்பி எப்போவுமே ப்ரேயர் பண்ணிகிட்டு இருப்பாள். அப்போ நான் ஒரு நாள் கேட்டேன், நீ என்ன ப்ரேயர் பண்ணுறேன்னு கேட்கும்போது அவள் தான் கிருபாசனத்தை பற்றி சொல்லி தந்தா எனக்கு. அப்போ நான் குவைட்டில் வேலை பார்த்துட்டு இருக்கும்போது எனக்கு என்றைக்குமே கால் வரும். அந்த கால் எப்போவுமே எப்படி இருக்கும்னா, என் குழந்தைக்கு ஒன்று உடம்பு சரியில்லைன்னு சொல்லுவாங்க. எப்போவுமே ப்ரீத்திங் டிஃபிகல்ட்டி இவளுக்கு அதிகமாகி எப்போவுமே ஹாஸ்பிட்டலில் அட்மிட் பண்ணுவாங்க. இது டெய்லி எனக்கு இப்போது ஒரு கால் வந்தாலே எனக்கு ரொம்ப பயமாக இருக்கும். நான் அவங்க ஹாஸ்பிட்டலில் இருக்கிறாங்களா, குழந்தைக்கு முடியலைன்னு சொல்ல போகிறாங்களான்னு நினச்சி தான் எனக்கு ரொம்ப டென்ஷனாக இருக்கும். அப்போ 5 வருஷம் எப்படிடா நாங்கள் முடிக்க போகிறேன்னா எனக்கு கவலையாக இருக்குது. எப்படா வீட்டில் இவளை பார்த்துட்டு இவளை இனி கூட்டிகிட்டு போகிற மாதிரி உள்ள ஒரு வேலைக்கு தான் போகணுன்னு நான் முடிவு பண்ணேன். அப்போ தான் அவள் சொன்னது உடனே நான் அங்கே ப்ராஜெக்ட் முடியும்போது ஊரில் இவளை ஃபஸ்ட்டு இந்த மாதாவுக்கு இடத்துல காலை இவளை வைக்கணும். அப்போ இவளுக்கு நோயெல்லாம் நான் கம்ப்ளீட்டாக மாறும்னு நான் முழுமையாக நம்பினேன். அதுக்கப்புறம் நான் இங்கே ஊரில் ப்ராஜெக்ட் முடிஞ்சு கண்டினியூ பண்ண சொன்னாங்க. ஆனாலும் நான் இவளை கூட்டிகிட்டு போகிற மாதிரி ஏதாவது ஒரு வேலை கிடைக்கணும்னு சொல்லிவிட்டு அங்கே விட்டுட்டு வந்துட்டேன், ப்ராஜெக்டை கம்ப்ளீட் பண்ணிவிட்டு. அப்போது இங்கே உடன்படிக்கை எடுத்துட்டு அப்போ இவளுக்கு அந்த ரொம்ப சிவியரிட்டியாக ப்ரீத்திங் டிஃபிகல்ட்டி வர்றது கொஞ்சம் ஒரு அந்த ஃப்ரீக்குவன்சி கம்மியாயிடுச்சு. ஒரு 2 டைம்ஸ் திருப்பி ஒரு ப்ரீத்திங் டிஃபிகல்ட்டியாக வந்தது. அதுக்கப்புறம் நான் செகண்ட் டைம் இங்கே உடன்படிக்கை எடுத்துட்டு ஃபஸ்ட்டு நான் குவைட்டில் இருக்கும்போது ஒரு 3 டைம்ஸ் ஓஇடி அட்டன் பண்ணேன். ஆனால் 3 டைம்ஸுமே எனக்கு ஃபெயிலியர் தான் ஆச்சு. நான் பேசிக்காக தமிழ் மீடியம் தான். அப்போ இங்கிலீஷ் ரொம்ப ஃப்ளூயண்ட்டாக கிராமட்டிக்கலாக எனக்கு பேச வராது. அப்போ நான் நினச்சேன் என்னால் இந்த டாஸ்க்கெல்லாம் கம்ப்ளீட் பண்ண முடியாதுன்னு நினச்சேன். ஆனால் என் ஹஸ்பண்ட் ரொம்ப சப்போர்ட்டிவாக இருந்தாங்க எனக்கு ஓஇடி கம்ப்ளீட் பண்ணுறதுக்கு. அப்புறம் 4th டைம் நான் நினச்சேன் என்னால் முடியவே முடியாது, எனக்கு இந்த ஓஇடி வேண்டவே வேண்டான்னு நினச்சிட்டு இருக்கும்போது தான் அப்போ என்னுடைய ஃப்ரெண்ட்ஸ்லேயும் கொஞ்சம் பேர் சொன்னாங்க, இங்கே போய் உடன்படிக்கை எடுத்த கண்டிப்பாக சின்ன பிளெஸ்ஸிங் எல்லாம் வாங்கினா கண்டிப்பாக நடக்கும்னு சொன்னாங்க. அதனால் நானும் இங்கே அச்சனுக்கு பிளெஸ்ஸிங் எல்லாம் வாங்கிட்டு திருப்பி 4th டைம் ஓஇடி அட்டன் பண்ணேன். அப்போ எனக்கு மிராக்கிளாக நான் நினச்சேன் எல்லாமே லிசனிங் எல்லாம் ரொம்ப டஃப்பாக இருந்தது. நான் எனக்கு கிடைக்காதுன்னு நான் நினச்சேன். நான் என்னுடைய மெரிட்டில் நம்பிக்கையே வைக்கலை. நான் ரொம்ப ப்ரிப்பேர் பண்ணுவேன். ஆனால் எக்ஸாம் எழுதும்போது எனக்கு எல்லாமே பிளாங்காக இருக்கும். ஆனால் எனக்கு ரிசல்ட் எனக்கு அயர்லாந்து ஸ்கோர் கிடச்சிது. அப்போ அயர்லாந்து ப்ராசஸ் சரி இனி ஒன்றும் பிரச்சனை இருக்காது, ப்ராசஸ் மட்டும்தானே இனி ஈஸியாக முடிச்சிடலான்னு நினச்சேன். ஆனால் ப்ராசஸ் ரொம்ப ஹெவியாக இருந்தது. எனக்கு 2 இயர்ஸ் வரை ஆச்சு அந்த ப்ராசஸ் மட்டுமே எனக்கு கம்ப்ளீட் பண்ணுறதுக்கு. 2 இயர்ஸ் ஆகும்போது எனக்கு ஒரு ரொம்ப இந்த இன்டர்வியூ இப்போ கிடைக்கிறது ரொம்ப கஷ்டமாக இருந்தனாலும் எனக்கு ஒரு இன்டர்வியூ கிடச்சிது. அப்போ இன்டர்வியூ பாஸ் பண்ணிட்டேன். ஒரு ப்ராப்ளம், அவங்க 1 hour எனக்கு இன்டர்வியூ கண்டக்ட் பண்ணாங்க. ஆனால் எனக்கு பேசிக்காக ரொம்ப ஃப்ளூயண்ட்டாக இங்கிலீஷ் வராதுனாலும் அந்த இன்டர்வியூவில் நான் ஒரு கிராமட்டிக்கல் எரரோ 1 hourக்கு மேலே அந்த இன்டர்வியூ எனக்கு ஏஜென்சி ரொம்ப டஃப்னு சொன்னாங்க. ஆனால் எனக்கு 1 hour அவங்க இன்டர்வியூ பேசினாங்க, கொஸ்டின் கேட்டாங்க, ஒரு தப்பு கூட நான் போடவே இல்லை. எனக்கு அது எப்படின்னு ரொம்ப மிராக்கிளாக இருந்து நான் ஃப்ளூயண்ட்டாக அவங்கள்ட்ட பேசினேன். இன்டர்வியூ எனக்கு அங்கேருந்தே ஒரு டிசிஷன் எனக்கு கிடச்சி, நான் கண்டிப்பாக இதில் பாஸ் பண்ணிடுவேன். அதே மாதிரி இன்டர்வியூ சக்ஸஸ்ஃபுல்லாக பாஸ் பண்ணிட்டேன். அடுத்து என்னோட ப்ராசஸ் ஆரம்பித்தாங்க. எனக்கு என்ட்ரி விசா அப்படின்னு 2 ப்ராசஸ் உண்டு. அதை கடந்தால் தான் எனக்கு அடுத்த கட்டத்துக்கு போக முடியும். ஃபஸ்ட் அட்டெம்ப்டில் என்ட்ரி விசா எனக்கு 1 வீக்கில் வந்தது, விசாயும் வந்தது. எனக்கு சீக்கிரமாக போகலாம் அப்படின்னு சொன்னாங்க. ஆனால் எல்லாமே ரெடியாகி இனி போகலான்னு ஹாப்பியாக இருந்த டைமில் தான் என்னுடைய பாஸ்போர்ட் எனக்கு கையில் தந்துட்டு சொன்னாங்க, நீங்கள் இப்போ போக முடியாது, அங்கே வேக்கன்சிலாம் இல்லையா இப்போது அப்படின்னு சொன்னாங்க. அப்போது நான் ரொம்ப என்னது இவ்வளோ நாள் கஷ்டப்பட்டு திருப்பி எல்லாம் போயிடுச்சு அப்படின்னு நினச்சி ஃபீல் பண்ணிகிட்டு இருந்தேன்.
திருப்பியும் வந்து சொன்னாங்க, நீங்கள் ஒன்றும் கவலைப்படாதீங்க, திருப்பியும் விசா வந்து அப்ளை பண்ணலாம், புதிய விசா அப்ளை பண்ணலான்னு சொன்னாங்க. திருப்பி எனக்கு செகண்ட் டைம் அங்கே அயர்லாண்டில் உள்ள RCS எக்ஸாமுக்கு செகண்ட் டைம் எனக்கு டேட் எடுத்து கொடுத்தாங்க. அடுத்து செகண்ட் டைமு நான் வந்து புதுசாக எல்லாமே புதுசாக ஸ்டார்ட் பண்ணேன். என்னுடைய விசா ஃபஸ்ட்டு அவங்க என்ட்ரி விசா அப்ளை பண்ணாங்க. எனக்கு மட்டும்தான் ரிஜெக்ஷன் வந்தது, மீதி எல்லாருக்குமே என்னுடைய பேட்சில் கிடச்சிது. செகண்ட் டைம் ரீவிசா வச்ச போது என்ட்ரி விசா இருந்தால் தான் விசாக்கே அப்ளை பண்ண முடியும். அப்போ என்னுடைய செகண்ட் டைம் உள்ள என்ட்ரி விசா வந்து அங்கே ஸ்டாப் ஆகிடுச்சு. எனக்கு என்ன ரீசன்னே தெரியலை. அதனால் நான் வந்து திருப்பியும் ஏஜென்சிக்கு என்னைக்கு கூப்பிடுறது, என்ன ரீசன் கேட்குறது, அவங்க தெரியலை, அவங்க சொன்னால் தான் தெரியும், அயர்லாந்துலேருந்து நோட்டிஃபிகேஷன் வந்தால் தான் தெரியும்னு சொல்லுவாங்க. இதுதான் என்றைக்குமே இருந்தது. அப்போ செகண்ட் டைம் எக்ஸாம் எடுத்த டேட்டும் எனக்கு இப்போது கேன்சல் ஆகிடுச்சு. அதுக்கப்புறம் நான் வந்து சொன்னேன், இனி ஏஜென்சி எல்லாம் நம்பிட்டு இருந்தால் ஒன்றும் வேலைக்கு ஆகாதுன்னு சொல்லிட்டு நான் வந்து இங்கே மாதா கிட்டே வந்து நான் கேட்குறேன். இதுதான் நான் ரொம்ப இதுக்கு வேண்டி கஷ்டப்பட்டுட்டேன், மாதா தான் எனக்கு இனி எல்லாமே பண்ணி தரணும்னு சொல்லிட்டு நான் வீட்டில் சொன்னது வந்து ஏஜென்சியை பார்க்க போகிறேன்னு. ஆனால் நான் டைரெக்டாக இங்கே தான் வந்து ஃபாதரை வந்து பார்த்துட்டு பிளஸ்ஸிங் வாங்கிட்டு, அப்போ ஃபாதர் சொன்னாங்க, தலையில் கை வச்சுட்டு உன்னுடைய ப்ராசஸில் உள்ள எல்லா தடசங்களும் மாறணும்னு சொன்னாங்க. அப்புறம் வந்து வித்தின் 7 டேஸில் என்னுடைய அங்கே ரீஎன்ட்ரி விசாவில் உள்ள நோட்டிஃபிகேஷன் வந்தது. அவங்க ஒரு கிளாரிஃபிகேஷன் மெயில் கேட்டிருந்தாங்க. அப்போ இங்கே உள்ள ஏஜென்சி அதை அனுப்பி கொடுத்து 2 டேஸில் எனக்கு வந்து என்ட்ரி விசா கிடச்சிது. உடனே தானே விசா அப்ளை பண்ணி எனக்கு விசாயும் கிடச்சிது. அதுக்கப்புறம் வந்து இப்போது இந்த மண்டேக்கும் நெக்ஸ்ட்டு 13 அன்றைக்கி நான் வந்து அயர்லாந்து போகிறேன். அங்குள்ள RCS எக்ஸாம் நல்லபடியாக பண்ணுவேன்னு என் மாதா எனக்கு ஹெல்ப் பண்ணுவாங்கன்னு நான் முழுமையாக நம்புகிறேன். அதே மாதிரி இவளுக்கு வந்து ப்ரீத்திங் டிஃபிகல்ட்டின்னு சொல்லியிருந்தேன். அவளுக்கு வந்து ஸ்ட்ராங் ஸ்டீராய்டு தான் அவங்க வந்து எனக்கு இன்ஹேலேஷன் கொடுத்துட்டு இருந்தாங்க. அதாவது இன்ஹேலர் யூஸ் பண்ணிகிட்டு இருந்தவ. அது ரொம்ப வந்து காம்ப்ளிகேஷன் உண்டாக்குன்னு எனக்கு தெரியும். இவளுக்கு அடிக்கடி இப்படி வரனால ரொம்ப ப்ரீத்திங் டிஃபிகல்ட்டி சிவியராக ஆம்புலன்ஸில் ஷிஃப்ட் பண்ணுவோம் இவளை. அதனால் நான் பயந்து அந்த இன்ஹேலர் நான் ஸ்டாப் பண்ணவே இல்லை, நான் கண்டினியூ பண்ணிட்டு தான் இருந்தேன். இப்போ வந்து 4th டைம் நான் வந்து இங்கே வந்து உடன்படிக்கையெல்லாம் எடுத்த பிறகு எனக்கு ஒரு மாதா கிட்டே போய் இன்ஹேலரை ஃப்ரெண்டில் வச்சுட்டு சொன்னேன், இனி வந்து இந்த இன்ஹேலர் நான் யூஸ் பண்ணவே கூடாது அப்படின்னு சொல்லிட்டு ப்ரேயர் பண்ணிவிட்டு அந்த இன்ஹேலரை நான் ஸ்டாப் பண்ணேன். இப்போ வந்து 3 months கிட்ட ஆகுது. அவளுக்கு எந்த ஒரு ப்ரீத்திங் டிஃபிகல்ட்டியும் இல்லை. மாதா கிருபையால் அவளுக்கு எல்லாமே குணமாச்சு, நான் முழுமையாக நம்புகிறேன். அந்த சைன்ஸ் அண்ட் சிம்டம்ஸ் எல்லாமே மாறிடுச்சு இப்போது. அப்போ ஹெல்த்தியாக இப்போ நார்மலாக நல்லா விளையாடுறா. விளையாடுனால ரொம்ப இதாகும், உடனே வந்து ஏதாவது வரும். இப்போ நல்ல ஸ்போர்ட்ஸ் எல்லாமே பண்ணுறா, எல்லா ஆக்டிவிட்டி நார்மலாக பண்ணுறா. என் மாதாவுக்கு கோடி நன்றி. பிரேஷித்த பௌர்த்தினா எங்கள் பக்கத்தில் உள்ள ட்ரஸ்ட்டுக்கு நாங்கள் போய் அவங்களுக்கு ஃபுட்டு கொடுக்குறது, அப்புறம் எங்கள் வீட்டு பக்கத்தில் உள்ள பாவப்பட்டவங்களெல்லாம் கண்டுபிடிச்சி எங்களால் முடிஞ்ச ஹெல்ப் பண்ணுறது, இதெல்லாம் நாங்கள் பண்ணிகிட்டு இருந்தோம். பத்திரம் வந்து பஸ் ஸ்டாப்பில் இந்த மாதிரியெல்லாம் நாங்கள் கொடுப்போம். இன்னும் வந்து நான் வந்து எல்லா நாளும் என் மாதாவிலே நான் நிலைத்திருப்பேன். എൻ മാതാവുക്ക് യേസപ്പാവുക്കും കൊടാനക്കൊടി നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ദീപ്തി. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു. പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് ചെയ്തു തന്ന വൻ കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത്. 2022 ഫെബ്രുവരി 17 ഞാൻ ആദ്യമായി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ സംസ്ഥാന സർക്കാരിൻ്റെ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള ഒരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്തു വരികയായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു ഞാൻ ജോലി ചെയ്തു വന്നിരുന്നത്. എന്നാൽ ഓഫീസ് സംബന്ധമായ ചില ഇൻറ്റേർണൽ ഇഷ്യൂസ് ഉണ്ടായത് കാര്യം ഓഫീസ് മൊത്തത്തിൽ കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സർക്കാർ ഉത്തരവ് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ കോഴിക്കോടേക്ക് പോയി. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത ധൈര്യത്തിൽ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, മാതാവേ, അധിക നാൾ എന്നെ നീ കോഴിക്കോട് നിർത്തിയേക്കല്ല്, എന്നെ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിക്കണം. അങ്ങനെ കോഴിക്കോട് ചെന്നിട്ട് ഞാൻ നാട്ടിലേക്ക് ഉള്ള ജോലികളെല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരവസരങ്ങളും അങ്ങനെ ഒത്തു വന്നിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേ വകുപ്പിന് കീഴിലുള്ള മറ്റൊരു ഓഫീസിൽ, വനിതാ വികസന കോർപ്പറേഷൻ എന്ന ഓഫീസിൽ വാക്കൻസി റിപ്പോർട്ടാവുകയും ഞാൻ തിരുവനന്തപുരത്തേക്ക് ഉള്ള വാക്കൻസിയിൽ അപ്ലൈ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇൻ്റർവ്യൂവിനും റിട്ടേൺ ടെസ്റ്റിനും ഉള്ള കോൾ ലെറ്റർ വന്നു. ഞാൻ ഓഫീസിൽ, അവരുടെ തിരുവനന്തപുരത്തുള്ള ഓഫീസിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി.
അപ്പം ഞങ്ങളെല്ലാവരും കുറേ 10-25ഓളം പേര് ആ ഹോളിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരു ഹോളിലിരുത്തി ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഓരോരുത്തരായിട്ട് റിട്ടേൺ ടെസ്റ്റിനും ഇൻ്റർവ്യൂവിനും അവർ വിട്ടിരുന്നത്. അങ്ങനെ ഹോളിലിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു, ഇത് പെട്ടെന്നൊന്നും കിട്ടാൻ സാധ്യതയില്ല, 1-2 വാക്കൻസികൾ മാത്രമാണുള്ളത്, അതും റെക്കമെൻഡേഷൻ വഴി കയറാൻ നിൽക്കുന്ന ഒരുപാട് പേര് കാണും, കൂടാതെ ആ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്നവർ ഇതിന് പ്രൊമോഷൻ എന്ന രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ, ഈ ഭൂമിയിൽ മനുഷ്യനായിട്ടുള്ള ആർക്കും എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, മാതാവ് തന്നെ സ്വർഗത്തിൽ നിന്ന് വന്ന് എനിക്ക് റെക്കമെൻഡ് ചെയ്യണം, എന്നെ ഈ ജോലി എനിക്ക് വാങ്ങിത്തരണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. കാശ് രൂപം വെച്ച് തന്നെ ഞാൻ പരീക്ഷ എഴുതി, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂകളിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. എനിക്ക് എവിടെന്നോ ഇല്ലാത്ത ധൈര്യം അന്ന് ആ ഇൻ്റർവ്യൂവിന് എനിക്ക് കിട്ടി. മലയാളത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഇംഗ്ലീഷിലാണ് അങ്ങോട്ട് ഉത്തരം പറഞ്ഞത്. അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടെ തിരിച്ച് കോഴിക്കോടേക്ക് പോയി. 2 മാസത്തേക്ക് അതിൻ്റെ അറിയിപ്പൊന്നും വന്നിരുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി പുതുക്കാൻ വന്നു. പുതുക്കിയതിൻ്റെ അടുത്ത മാസം തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കോൾ ലെറ്ററും എനിക്ക് മെയിൽ വന്നു. പക്ഷേ ഞാൻ ആദ്യം ചെയ്തിരുന്ന ജോലിയും ഇപ്പോൾ എനിക്ക് കിട്ടിയ ജോലിയും കരാർ അടിസ്ഥാനത്തിലുള്ള ജോലിയായിരുന്നു. കരാർ ജോലിയുടെ ബുദ്ധിമുട്ട് നമുക്കെല്ലാവർക്കും അറിയാം. അത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. അതുകൊണ്ട് മാതാവിനോട് ഞാനൊരു സ്ഥിരം സർക്കാർ ജോലിയാണ് മാതാവിനോട് ചോദിച്ചത്. അങ്ങനെ ഞാൻ ഉടമ്പടി 2016 മുതൽ ഞാൻ PSC പരീക്ഷകൾ എഴുതുന്ന ഒരു വ്യക്തിയാണ്. ഒരു PSC റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു മൂലയിൽ പോലും കയറാൻ എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ 2022 ഞാൻ ഉടമ്പടി എടുത്ത വർഷം ആദ്യമായിട്ട് ഞാൻ LD ക്ലർക്ക് ലിസ്റ്റിൽ എൻ്റെ പേര് വന്നു. പക്ഷേ സപ്ലിയിലായിരുന്നു, പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. 17ാമത്തെ റാങ്ക് ആയിരുന്നു. 10-നുള്ളിലെങ്കിലും വന്നാലേ നമുക്ക് അവസാനമെങ്കിലും കിട്ടത്തുള്ളൂ എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കുകയും അച്ഛനെ കണ്ട് എൻ്റെ റാങ്ക് ലിസ്റ്റ്, എൻ്റെ പേര് വരുന്ന ആ പേജ് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ച് വാങ്ങിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് 3 മാസം മുന്നേ എനിക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ LD ക്ലർക്കായിട്ട് ജോയിൻ ചെയ്യാൻ സാധിച്ചു. അടുത്തതായിട്ട് ഞാൻ വനിതാ വികസന കോർപ്പറേഷനിൽ ജോയിൻ ചെയ്ത് 3 മാസം കഴിയുന്ന സമയത്ത് എനിക്ക് എൻ്റെ ബാക്ക് സൈഡിലായിട്ട്, അതായത് നമ്മുടെ ടെയിൽ ബോൺ വരുന്ന അവിടെ ഒരു സൂചി കുത്തുന്ന രീതിയിലുള്ള ഒരു വേദന അനുഭവപ്പെടുകയും ഞാനത് ആദ്യം വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും എനിക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് വന്നു. ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, നമുക്ക് നിവർന്ന് കിടക്കാൻ പറ്റത്തില്ല. ഞാൻ 2 വീലറിലാണ് ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ബാക്കിൽ ബാഗ് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയിൽ അത് ഒരു ഇൻഫെക്ഷൻ പോലെ ആയി, അത് പൊട്ടി പഴുത്ത് വന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ബാക്ക് സൈഡ് ആയതുകൊണ്ട് തന്നെ എനിക്കും അതെന്താണ് അവസ്ഥയെന്ന് എനിക്കും കാണാൻ പറ്റിയില്ല. അങ്ങനെ വേദന സഹിക്കാൻ പറ്റാതെ ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യേണ്ട ഒരു ജോലിയായിരുന്നു എനിക്ക്. അപ്പോൾ ഇരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഇത് ഇൻഫെക്ഷനായി, നമുക്കിത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്ത് ഈ ടിഷ്യൂസ് റിമൂവ് ചെയ്യണം. അങ്ങനെ നെക്സ്റ്റ് ഡേറ്റിൽ തന്നെ സർജറിയുടെ ഡേറ്റ് തന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ, കോൺട്രാക്റ്റ് പോസ്റ്റ് ആണെങ്കിലും ഞാൻ 3 മാസം പോലും ആയിട്ടില്ല ജോയിൻ ചെയ്തിട്ട്. അങ്ങനെ കോൺട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ലീവ് എടുക്കാനും പറ്റത്തില്ല. മാതാവിനോട് ഞാൻ സർജറി എങ്ങനെയെങ്കിലും മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ സർജറിക്ക് അടുത്ത ദിവസം തന്നെ ഡോക്ടർ ഡേറ്റ് തന്നു. ഞങ്ങൾ സർജറിക്ക് മുന്നേ ചെയ്യേണ്ട എല്ലാ ടെസ്റ്റുകളും ചെയ്തു. നെക്സ്റ്റ് ഡേ രാവിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. സർജറിയുടെ ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ തന്നു. ഡ്രിപ്പ് ഇട്ടു. തിയേറ്ററിൽ കയറ്റുന്നതിന് തൊട്ട് മുന്നേ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഇപ്പം തൽക്കാലം സർജറി ചെയ്യണ്ട, നമുക്ക് മെഡിസിനിൽ മാറുമോ എന്ന് നോക്കാം. അങ്ങനെ ദൈവമാതാവ് ആയിട്ട് ആ സർജറി മാറ്റി തന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞത് 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനകം ഈ രോഗം പിന്നെ വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ 2 വർഷത്തോളമായി ആ രോഗത്തിൻ്റെ ഒരു പൊടി പോലും എനിക്ക് പിന്നീട് ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തിരുന്നത്
ഇവിടുന്ന് തന്നിരുന്ന ഉടമ്പടി പത്രം പ്രാർത്ഥിച്ച് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രോഗികളെ കണ്ട് അവർക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. കൂടാതെ വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് തുടങ്ങി എല്ലാ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. എൻ്റെ കോണ്ടാക്ട്സിലുള്ള എല്ലാവർക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തിരുന്നത്, എൻ്റെ വീടിനടുത്ത് തന്നെ സിറ്റിയിലായിട്ട് മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ഒരു ഓർഫനേജ് ഉണ്ടായിരുന്നു. അവിടെ തീരപ്പൊടി പിള്ളേരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞായറാഴ്ചകൾ തോറും പള്ളിയിൽ കുർബാന കഴിഞ്ഞ് ഞാൻ അവിടെ പോയി കുട്ടികളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്ത് ഉച്ചയ്ക്ക് അവർക്ക് ഫുഡൊക്കെ കൊടുക്കും. പിന്നെ സാമ്പത്തികമായിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറിയ ഡൊണേഷനൊക്കെ കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ പാവപ്പെട്ടവരെ കണ്ടെത്തി ഫുഡ് വാങ്ങി കൊടുക്കുമായിരുന്നു. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. സാക്ഷ്യം പറയാൻ വൈകിയതിനും 1000 ക്ഷമ ചോദിക്കുന്നു. ആവേ മരിയ.